കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമായിട്ട് 3 സ്കീമുകളാണ് നടത്തുന്നത്. ഇത് ഒന്ന് പറഞ്ഞോളട്ടെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. MSMEക്ക് ഒരു പുതിയ നിർവചനം കൊടുത്ത് ആ നിർവചനം അനുസരിച്ച് മാനുഫാക്ചറിംഗ് സെക്ടറിനെയും സർവീസ് സെക്ടറിനെയും ഒരുമിച്ചാക്കിയിട്ടുണ്ട്. മുമ്പ് ഇത് രണ്ടും വ്യത്യസ്തമാണ്. അത് ഓരോ സംരംഭവും എത്ര തുക മൂലധനം മുടക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു ഇതുവരെയും ആ വർഗീകരണം നടന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ വർഗീകരണം അനുസരിച്ച് 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള 5 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള കമ്പനികളെ, സ്ഥാപനങ്ങളെ മൈക്രോ എന്റർപ്രൈസ് ആയിട്ട് കാണാം. അടുത്തത് 10 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റും 50 കോടി രൂപ വരെ ടേൺ ഓവർ. ഈ തരത്തിലുള്ള വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളെ സ്മോൾ ഇൻഡസ്ട്രീസ് ആയിട്ടാണ് കണക്കൂട്ടുക. മൂന്നാമത്തെ കൂട്ടമാണ് 20 കോടി രൂപയ്ക്ക് താഴെ 100 കോടി രൂപയുടെ ടേൺ ഓവർ. മൂലധനം 20 കോടി വരെയും ടേൺ ഓവർ 100 കോടി വരെയും. ഇതനുസരിച്ചാണ് ഇപ്പോൾ പുതിയ വർഗീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 20 കോടി മുടക്കി നല്ലവണ്ണം പ്രവർത്തിയെടുക്കുന്ന ഒരു കമ്പനിക്ക് ഒരു 100 കോടി രൂപ ടേൺ ഓവർ എന്ന് പറയുന്ന ആ ലിമിറ്റ് വളരെ കുറവാണ്. അത് വർദ്ധിപ്പിക്കണം, അത് 250 കോടി ആക്കാനായിരുന്നു നേരത്തെ ഉള്ള ചിന്താഗതി. എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ഇക്കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതെന്തായാലും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ നിലവനുസരിച്ച് 1 കോടി മുതൽ 1 കോടി വരെ ഉള്ളതിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതിനും 5 കോടി വരെ ടേൺ ഓവർ ഉള്ളതിനും മൈക്രോ ആയിട്ടും, 10 കോടി വരെ ഇൻവെസ്റ്റ്മെന്റും 50 കോടി വരെ ടേൺ ഓവർ ഉള്ളതിനെ മീഡിയം ആയിട്ടും, സ്മോൾ ആയിട്ടും, 20 കോടി മുതൽ 100 കോടി വരെ ഉള്ളതിനെ മീഡിയം ആയിട്ടും കരുതുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അടിസ്ഥാന തത്വം. അപ്പൊ ഇതിനു വേണ്ടി മുഖ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ 3 സ്കീമുകളാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീമാണ് മുദ്ര സ്കീം. അതിനെക്കുറിച്ച് പരാതികളും ഒക്കെ ഉണ്ട്. എങ്കിലും മുദ്ര സ്കീം ഒരു നല്ല സ്കീമാണ്. ഈ സ്കീം അനുസരിച്ച് വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് അതാത് ബാങ്കുകളിൽ നിന്നും ലോൺ കൊടുക്കുക, അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് ഏർപ്പാട് ചെയ്യുന്നത്. അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ 50,000 രൂപ വരെ ലോൺ വേണ്ടവരെ ശിശു എന്നാണ് പറഞ്ഞത്. അതായത് ആ കമ്പനിയുടെ, ആ സ്ഥാപനത്തിന്റെ, ആ സംരംഭത്തിന്റെ വളർച്ച അനുസരിച്ച് ശിശു ആയിട്ടുള്ള ആ സ്റ്റേജിലുള്ള സംരംഭത്തിന് 50,000 രൂപ വരെ ഉള്ളതിന് 10 മുതൽ 12% വരെ ഇൻട്രസ്റ്റിൽ കിട്ടും. കിഷോറിന് 50,000 മുതൽ 5 ലക്ഷം വരെയാണ് ലോൺ എമൗണ്ട്. 14% മുതൽ 17% വരെയാണ് ഇൻട്രസ്റ്റ്. തരുൺ, അതിന്റെ ലോൺ എമൗണ്ട് 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. 16% അതിന്റെ ഇൻട്രസ്റ്റ്. അപ്പോ ഇത് കൂടാതെ ഈ മൈക്രോ ക്രെഡിറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്കീമുണ്ട്. അതായത് മൈക്രോ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് കേരളത്തില് 16 മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഏതാനും ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് ലോൺ ലഭ്യമാക്കുന്നു. ഇത് അവരുടെ ഒരു നല്ല സ്കീമായിട്ടാണ് കരുതിയിരിക്കുന്നത്. അപ്പോ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അതിന് എങ്ങനെയാണ് അതൊരു ഗ്യാരണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ അതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി എത്രയാണ് വേണ്ടത്, ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ പല സ്കീമുകൾക്കും ആ തരത്തിലുള്ള കൊളാറ്ററൽ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. പക്ഷെ ബാങ്കുകൾ സെക്യൂരിറ്റി ചോദിക്കാറുണ്ട്, കൊടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്.
അപ്പൊ അതിന് ഒരു പോംവഴി എന്ന വണ്ണമാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ്. അതായത് ഇതൊരു ഇൻഷുറൻസ് സ്കീം പോലെയാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് അതിന് അടയ്ക്കേണ്ട പ്രീമിയം തുടർച്ചയായിട്ട് മുടങ്ങാതെ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീം അനുസരിച്ച് അവർ അതാത് ബാങ്കുകൾക്ക് വേണ്ട ബാക്കിയുള്ള തുക അടച്ച് അക്കൗണ്ട് പൂർത്തീകരിക്കുന്നത്. അപ്പോ മറ്റൊരു സുപ്രധാന സ്കീം ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്ന ഭാരതത്തിലെ ഏറ്റവും ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം. അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഇത് സ്ത്രീകൾക്കും SC/ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയുള്ളതാണ്. ഇതില് ഏതാണ്ട് 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിനും വനിതകൾക്കും ലഭിക്കുന്നതാണ്. അപ്പോ ഇതിനു വേണ്ടിയുള്ള കൊളാട്രൽ ഫ്രീ നൽകുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് നിർദ്ദേശം പോയിട്ടുണ്ട്. ആ കൊളാട്രൽ ഇല്ല എങ്കിൽ സെക്യൂരിറ്റിക്ക് പകരം കൊടുക്കുന്നതിനായിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിൽ നിന്ന് സ്റ്റാർട്ടപ്പ് സ്കീമുകൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതാണ്. അപ്പോ മുഖ്യമായിട്ടുള്ള ഈ 3 സ്കീമുകളാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇത് കൂടാതെ റോ മെറ്റീരിയൽ, അസംസ്കൃത സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി മാർക്കറ്റിംഗ് അസിസ്റ്റൻസിന് വേണ്ടിയും നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ NSIC അവർ സബ്സിഡി നൽകുന്നു. അതുപോലെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ഇതിനു വേണ്ടിയും ഒക്കെ 15% വരെ സബ്സിഡി ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സിഡ്ബിയിൽ കൂടെയും അല്ലെങ്കിൽ DICയിൽ കൂടി, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിൽ കൂടിയും അപേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. അപ്പോ ചെറുകിട വ്യവസായികൾക്ക് വേണ്ടി ഉള്ള സ്കീമുകളാണ് ഈ പറഞ്ഞതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്തത്. ഇനി അടുത്തത്, ഈ സംസ്ഥാന ഗവൺമെന്റുകളുടെ സ്കീമുകൾ മുഖ്യമായിട്ടും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററുകൾ മുഖേനയാണ് നടപ്പിൽ വരുത്തുക. എല്ലാ ജില്ലകളിലും ഒരു ജനറൽ മാനേജർ ഉണ്ട്. ആ ജനറൽ മാനേജറുടെ ഓഫീസ് വഴിയാണ് ഇതിനു വേണ്ട അപേക്ഷകൾ പരിശോധിച്ച് വേണ്ട പെർമിറ്റുകൾ നൽകുന്നതും ലൈസൻസ് നൽകുന്നതും സബ്സിഡി തുടങ്ങിയവ നൽകുന്നതും. സ്റ്റേറ്റ് സ്പോൺസേർഡ് ഡെവലപ്മെന്റ് ക്ലസ്റ്റർ പ്രോഗ്രാം. ഈ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിരുന്നാൽ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരേ സാധ്യത ഉള്ളതും സമാനമായ വെല്ലുവിളികൾ നേരിടുന്നതുമായ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് അവയെ ആഗോള വിപണിക്ക് പ്രാപ്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഒരു നല്ല ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴയിലെ കയർ ക്ലസ്റ്റർ, അല്ലെങ്കിൽ ആലുവയിലെ അരിമില്ല് ക്ലസ്റ്റർ, അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെയും നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നതാണ് മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ മൂല്യവർദ്ധന വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ക്ലസ്റ്ററുകൾ. ഇവയൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി നല്ല സ്കീമുകളാണ് ഉള്ളത്. പക്ഷെ അതിനു വേണ്ടി കുറെ കൂടുതലായിട്ട് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഒരു സംഘമായി കൊണ്ടുവരികയും നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതിയുടെ 50 ലക്ഷം പദ്ധതി ചെലവ്, പിന്നെ 95% പൂർണ്ണമായും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി വഹിക്കുന്നതാണ്. പിന്നെ കൈത്തറി മേഖലയിൽ വരുന്ന പദ്ധതികളുണ്ട്. അത് യുവവീപ ഉൽപാദന പ്രചോദന പരിപാടി, അംശദാന വ്യയ പദ്ധതി, ഇങ്ങനെ കുറെ ചെറിയ ചെറിയ സ്കീമുകളുണ്ട്. അപ്പോൾ മറ്റൊന്ന് കേരള ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുന്നതിന്റെ ഭാഗമായി 7
നിയമങ്ങളെയും 10 റൂൾസിനെയും 14 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പ്രവർത്തിക്കുന്ന 7 ആക്ടുകളെയും 10 റൂൾസിനെയും അമെൻഡ് ചെയ്തിട്ട് കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് 2017 ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയാവുന്ന പോലെ 30 ദിവസത്തിനുള്ളിൽ വേണ്ട പെർമിറ്റുകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷകന് പെർമിറ്റുകൾ അല്ലെങ്കിൽ ലൈസൻസുകൾ ലഭിച്ചു എന്ന രീതിയിൽ അവർക്ക് മറ്റു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിൽ ഇപ്പോ വ്യവസായ സ്ഥാപന സമിതി പരാതിയിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ വിദഗ്ധരുടെ അഭിപ്രായം ലഭ്യമാക്കി മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ പാടുള്ളൂ. ഇത് സാധാരണ സംരംഭകർക്ക് എല്ലാവർക്കും ഒരു വലിയ തലവേദനയായി പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം എന്നുള്ള ഒരു ഭീതി, അതിൽ നിന്നും ഈ നിയമം മൂലം മാറ്റം സംഭവിച്ചു. അപ്പോ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറയുന്നതും ഈ നിയമത്തിലൂടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതാത് ജില്ലകളിൽ 15 കോടി രൂപ വരെ മൂലധനം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള എല്ലാ പെർമിറ്റുകളും കൊടുക്കുന്നത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയാണ്. അതിൽ കൂടുതൽ മൂലധനമുള്ള സംരംഭങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കേരള ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഒരു ബോർഡാണ് അനുമതി നൽകുന്നത്. അതിനു വേണ്ട സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് വേണ്ടിയുള്ള എല്ലാ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം എന്നുള്ളത് സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ ആശ്വാസകരമായിട്ടാണ് അറിയുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും KSIDCയും കിൻഫ്രയും കൂടി ചേർന്നിട്ട് വ്യവസായ ഭദ്രത എന്ന് പറഞ്ഞിട്ട് കുറെ സ്കീമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കീമുകളുടെ എല്ലാം മുഖ്യ ഉദ്ദേശം പുതിയ ലോണുകൾ വേഗത്തിൽ നൽകുക, ഇപ്പോൾ ലോൺ എടുത്തിരിക്കുന്നവർക്ക് ഇൻട്രസ്റ്റ് കുറച്ചു കൊടുക്കുക, പീനൽ ഇൻട്രസ്റ്റ് ഇല്ലാതാക്കുക, വർക്കിംഗ് ക്യാപിറ്റലിനുള്ള തുക നൽകുക, അതിന് കൂടുതൽ സെക്യൂരിറ്റി ചോദിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഇളവുകളാണ് മുഖ്യമായിട്ടും അതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സുപ്രധാനമായ മറ്റൊരു നേട്ടം എന്ന് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം അതാണ്, KSIDCയുടെയോ കിൻഫ്രയുടെയോ പാർക്കിൽ ഭൂമി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ മുൻപ് കൊടുക്കേണ്ടിയിരുന്ന, ഇപ്പോഴും കൊടുക്കേണ്ടിയിരുന്ന അപ്ഫ്രണ്ട് ഫീ ഉണ്ട്. അതായത് ലൈസൻസ് ഫീയുടെ 30 വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കുക. അതായത് ഒരു ഭൂമി ഒരു പാർക്കില് ആ സ്ഥാപനം നടത്തുന്നതിന് 30 വർഷത്തേക്കാണ് ലൈസൻസ് കൊടുക്കുക. അതിന്റെ ലൈസൻസ് ഫീ ഓരോ പാർക്കിലും ഓരോന്നായിരിക്കും. അപ്പൊ അതിന്റെ 50% അപ്ഫ്രണ്ട് ഫീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വളരെയധികം കുറവ് ചെയ്തിട്ട് 20% ആക്കി മാറ്റി. ബാക്കി 5 വർഷം കൊണ്ട് അടച്ചുതന്നെ മതി. ഇത് ഒരു നല്ല ഒരു നടപടിയായിട്ടാണ് പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറീസ്, അതായത് ഈ പാർക്കുകളെല്ലാം തന്നെ തയ്യാറായിട്ടുള്ള ഫാക്ടറി ഷെഡ്യൂളുണ്ട്. അവിടെ ഉള്ള റെന്റിന് 3 മാസം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അത് മാർച്ച് 2020 മുതൽ മെയ് 2020 വരെ ഉള്ള റെന്റാണ് റൈറ്റ് ഓഫ് വേവ് ഓഫ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർക്കിലെ പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചാർജും 3 മാസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു. ടോപ്പ് അപ്പ് ലോൺസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് 8% നിരക്കില് 2 കോടി രൂപ വരെ KSIDC വഴി നൽകുന്നതായി. പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ മൊറട്ടോറിയം 3 മാസത്തേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ മറ്റൊന്നുള്ളത് ഒറ്റ പ്രാവശ്യം വൺ ടൈം സെറ്റിൽമെന്റ്, ഒറ്റത്തവണ തീർപ്പാക്കൽ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് ലോൺ എടുത്തിട്ട് കൊടുക്കാൻ പറ്റാതെ വന്ന അവസരം, അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റോ ഒന്നും ഒന്നും തിരിച്ചടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള കേസിൽ ഒറ്റത്തവണ തീർക്കുന്ന രീതിയിൽ ഉള്ള സംവിധാനവും KSIDC വഴി ഏർപ്പാട് ചെയ്തിരിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് ഒരു സ്പെഷ്യൽ ലോൺ ഫോർ അസറ്റ് ക്രിയേഷൻ. ഇത് ആദ്യമായിട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് MSMEക്ക് വേണ്ടിയുള്ള, അത് കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയോ പുതിയ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയോ ഉള്ള ഒരു സപ്പോർട്ട് സിസ്റ്റമാണിത്. ഇതനുസരിച്ച് 50 ലക്ഷം മുതൽ 5 കോടി രൂപ വരെ ഒരു യൂണിറ്റിന് കൊടുക്കാൻ, അത് ഒരുപക്ഷെ ഈ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിന് അത് ഉപകാരപ്രദമായോ ആകുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പുതിയ ഡെഫിനിഷൻ അനുസരിച്ച് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടേണ്ടതാണ്. ഇതുപോലെ ഉള്ള ഒന്നാണ് മാർജിൻ മണി അസിസ്റ്റൻസ് ഫോർ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ. ചില അവസരങ്ങളിൽ മാർജിൻ മണി വേണ്ടി വരുന്ന അവസരത്തിൽ അത് കൊടുക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 50% മാർജിൻ മണി, അത് ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിഞ്ഞാൽ ഉടനെ 50% മാർജിൻ മണി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്കീമും തുടങ്ങിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇത് ചെറുകിടക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 1 ലക്ഷം രൂപ വരെ മാർജിൻ മണി കൊടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സഹായമാണത്. പിന്നെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമുകളുണ്ട്. അത് പുതിയ സ്കീമാണ്. MSMEകൾക്ക് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 6 മാസത്തേക്ക് 50% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 5% അപ്രോക്സിമേറ്റ്ലി ഫോർ ടോട്ടൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ. ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്കീമുകൾ. കേരള ഫിനാൻസ് കോർപ്പറേഷന്റെ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ സംഖ്യകളിൽ വായ്പ കൊടുക്കുന്നതിന് വേണ്ടി കൂടിയുള്ള പുതിയ സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നോട്ടിഫിക്കേഷൻ സർക്കുലർ അയച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ക്രമേണ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. സംശയമുണ്ടെങ്കിൽ DICയെ സമീപിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ KSIDC അല്ലെങ്കിൽ KFCയെ സമീപിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് പലർക്കും എന്താണ് സ്കീമുകൾ, അതാത് കേന്ദ്രത്തിന്റെ ആണെങ്കിൽ അഥവാ സംസ്ഥാന ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ ആണെങ്കിൽ എന്തെല്ലാമാണ് ആ സ്കീമുകൾ, ആ സ്കീമുകളുടെ വിശദാംശങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നൊന്നും പലർക്കും അറിയാൻ സാധിക്കും. അവർക്ക് വേണ്ട മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ. ഇത് KRLCCക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പലരും വളരെ നല്ല നിലയിൽ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. CS ജോസിനെ പോലുള്ളവരെയൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതിലൊരു വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും. പുതിയ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ട മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയും ഒരു വ്യവസ്ഥാപിത ഏർപ്പാട് ഉണ്ടാക്കി അതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി KRLCC മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ക്ലസ്റ്റർ രീതി പരീക്ഷിക്കാവുന്ന രംഗങ്ങളാണ് ഫിഷറി സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ നിർമ്മാണ തൊഴിലാളികളെ എങ്ങനെ കൂടുതൽ സ്കിൽ ഡെവലപ്മെന്റ് അവർക്ക് എങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് കൂടുതൽ കൂലങ്കഷമായിട്ട് ചിന്തിക്കുന്നതിനും
അതിനുവേണ്ടി ഏത് തരത്തിലുള്ള ട്രെയിനിങ് എവിടെ എപ്പോൾ ആർക്കെല്ലാം കൊടുക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യാൻ പറ്റിയ അവസരങ്ങളാണ്. ഈ കോവിഡിന്റെ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ നിർമ്മാണ തൊഴിൽ രംഗമായിരിക്കും ഏറ്റവും സജീവമായിട്ട് മുൻപിൽ ഉണ്ടാവുക എന്നൊരു സംശയവും. അപ്പൊ അവരെ കൂടുതൽ പുതിയ രീതികൾക്ക് അനുസൃതമായ അവരെ എങ്ങനെ അവരുടെ കഴിവുകൾ, അവരുടെ സ്കിൽ, അത് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് കേരള ചിന്തിക്കുന്നത് നന്നായി. വേറെ ഒന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടത്, കൊച്ചിയിൽ വലിയ വ്യവസായ വികസനം നടക്കാൻ പോകും. ഇപ്പോൾ തന്നെ അതിന്റെ പ്രാരംഭമായി. കൊച്ചി ഷിപ്പ് ബിൽഡിംഗ് യാർഡിൽ ഏകദേശം 10,000 കോടി രൂപയോളം ഉള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരാൻ സാധ്യത. അതിനെല്ലാത്തിനും ഈ MSME സെക്ടറിലുള്ള ആൻസിലറി യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാകും. അവിടെ വേണ്ടി വരുന്ന സാധനങ്ങൾ ഇന്ന് മിക്കവാറും കൊണ്ടുവരുന്നതെല്ലാം പഞ്ചാബിലോ ഹരിയാനയിലോ UP-യിലോ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കായിരിക്കും കിട്ടും. അപ്പൊ അതിന് പകരമായിട്ട് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ യുവാക്കളെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഈ തരത്തിലുള്ള ചെറിയ സംരംഭങ്ങൾ, ആൻസിലറി യൂണിറ്റ്സ് ഉണ്ടാക്കി ഇതിന് വേണ്ട വസ്തു എത്തിച്ചു കൊടുക്കാൻ സാധിച്ചുകൂടാ? അത് നാം ആലോചിക്കേണ്ടിയിരിക്കും. മറ്റൊന്ന് BPCLന്റെ വികസനമാണ്. BPCL അടുത്ത് അതിനോട് ചേർന്ന് തന്നെ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് വരിക. ഈ പെട്രോ കെമിക്കൽ കോംപ്ലക്സ് വീണ്ടും ഒരു 10,000 കോടിയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ നടക്കണമെന്നാണ് ഉദ്ദേശം. അവിടെയും വേണ്ട തരത്തിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ ആവശ്യമായിട്ടുള്ള ഒരു രംഗമാണ്. അവിടെ നമ്മൾ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പുതിയ സംരംഭകരെ കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടം. നിങ്ങളെല്ലാം കേട്ട് കാണും, പാലക്കാട് കൊച്ചി ഇൻഡസ്ട്രിയൽ കോറിഡോർ. പാലക്കാട് നിന്നും കൊച്ചി വരെ ഇപ്പോഴുള്ള റോഡിന്റെ അതിന് സമാന്തരമായിട്ടോ അല്ലെങ്കിൽ ഇതിനോട് ചേർന്നോ തന്നെ ഒരു പുതിയ ഒരു കോറിഡോർ, ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ ടൗൺഷിപ്പുകൾ ഉണ്ടാവും, പുതിയ വ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാവും, താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുള്ള ടൗൺഷിപ്പുകൾ അതിനോടനുബന്ധിച്ച് ഉണ്ടാവും. ഇവിടെയൊക്കെ വികസനത്തിന് നല്ല സാധ്യതകളാണ് ഉള്ളത്. അവിടേക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് ഇപ്പോൾ തന്നെ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും പുതിയ സംരംഭകരെ വളർത്തിയെടുക്കുന്നതിനും വളരുന്നതിനും ഉള്ള ഒരു അവസരമാക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോ നാം കണ്ടുവരുന്ന ഒന്നാണ്, വിദേശത്ത് നിന്നും മടങ്ങിയെത്തുന്ന, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ നിന്നും മടങ്ങിയെത്തുന്ന, ഗൾഫിൽ നിന്നും മടങ്ങിയെത്തുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതിൽ കുറെ പേരൊക്കെ അത്രയധികം സാമ്പത്തിക ശേഷിയുള്ളവരാണെന്ന് തോന്നുന്നില്ല. അപ്പോ സാമ്പത്തിക ശേഷി ഉള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഉള്ളവരെ കൂടെ കൂട്ടി എങ്ങനെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റും? അല്ലെങ്കിൽ ഈ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും അവർക്കെല്ലാം പരിചയമുള്ളവരാണ്. പുതിയ പുതിയ രീതികൾ കണ്ടും പുതിയ പുതിയ പ്രവർത്തന മേഖലകളിൽ പണിയെടുത്തും പരിശീലനമുള്ളവരാണ്. അവരെ കൂടെ കൂട്ടി നമുക്ക് എന്തുകൊണ്ട് പുതിയ ചെറിയ ചെറിയ സംരംഭങ്ങൾ, MSME മൈക്രോ സംരംഭങ്ങൾ ഉണ്ടാക്കി അവരെ എന്തുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ നൂതനമായ രീതിയിൽ ആ രംഗത്തെ പരിഷ്കരിച്ചുകൂടാ? നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അതിഥിത്തൊഴിലാളികളുടെ പ്രശ്നം നാം കാണുന്നതാണ്. ഇവിടെ നിന്നും പുറത്തുപോയ അതിഥിത്തൊഴിലാളികൾ എല്ലാവരും തിരിച്ചതുപോലെ തന്നെ മടങ്ങുമോ? മടങ്ങി വന്നാൽ തന്നെ അവര് ഇപ്പൊ ചെയ്യുന്നവർക്കുള്ള ജോലി ചെയ്യാൻ തയ്യാറാകുമോ? ഇതേ കൂലിയിൽ തന്നെ അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമോ? ഇതേ വേതനത്തിൽ അവർ ജോലി ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളൊക്കെ പുതിയ പുതിയ പ്രശ്നങ്ങൾ തീർച്ചയായും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോ ഇനിയുള്ള കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക്
പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു വൈറ്റ് കോളർ ഉദ്യോഗം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് സാധ്യമായെന്ന് വരില്ല. അതേസമയം വേലത്ത് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും ആർക്കും താല്പര്യമില്ല. അപ്പോ പുതിയ പുതിയ എക്യുപ്മെന്റ്സ്, ഫാം എക്യുപ്മെന്റ് ആവാം, അല്ലെങ്കിൽ റോഡ് ബിൽഡിങ്ങുകളുടെ എക്യുപ്മെന്റ് ആവാം, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് നൽകുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അതൊരു എന്റർപ്രീനിയറിയൽ എഫേർട്ട് ആകാം. ആ തരത്തിലും നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അപ്പോ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ മേഖലകളിലേക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൾക്കാരുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിനോട് തന്നെ ചെയ്യുന്ന, സമൂഹത്തിന് പൊതുവായിട്ട്, സംസ്ഥാനത്തിന് പൊതുവായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്നെ ശാന്തമായി കേട്ടിരുന്നതിന് പ്രത്യേകം നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങളിൽ നിന്നും പുതിയ സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. KRLCC സോഷ്യോ പൊളിറ്റിക്കൽ ഫോറത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു, എല്ലാ വിജയ ആശംസകളും നേരുന്നു. ഇവിടെ നിന്നും ഒരു പുതിയ ആരംഭം ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു. നന്ദി.